കുട്ടികളാവാത്ത ദമ്പതികളിൽ പുരുഷ ബീജത്തിന്റെ എണ്ണത്തിനും അതുപോലെ അതിന്റെ ക്വാളിറ്റിക്കുമെല്ലാം വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബീജങ്ങൾ യോനിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യോനിക്ക് ഒരു അമ്ല സ്വഭാവമാണുള്ളത്, ശുക്ലത്തിനാണെങ്കിൽ ആൽക്കലി സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആസിഡിനെ നിർവീര്യമാക്കുന്നതിനിടയിൽ തന്നെ ധാരാളം ബീജങ്ങൾ നശിച്ചു പോകും. പിന്നെ സർവീക്സിൽ നിന്ന് വരുന്ന ദ്രാവക രൂപത്തിലുള്ള മ്യൂക്കസ് ഇത് വളരെ കട്ടി കൂടിയതായിരിക്കും. അപ്പോൾ ഈ മ്യൂക്കസിലൂടെ പോകുമ്പോൾ തന്നെ കുറെ ബീജങ്ങൾ അവിടെ നശിച്ചു പോകും, അവിടെ മൂവ്മെന്റ് ചെയ്യാൻ കഴിയാതെ നശിച്ചു പോകും. ഈ യൂട്രസിന്റെ അകത്തുള്ള പ്രതിരോധ സെല്ലുകളായിട്ടുള്ള മാക്രോഫേജസ് ആണ്. ഈ മാക്രോഫേജസ് ധാരാളം ബീജങ്ങളെ നശിപ്പിച്ച് കളയുന്നതാണ്. ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു ബീജമായതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്തുള്ള ആന്റി സ്പേം ആന്റിബോഡീസ് എന്ന് പറയുന്ന ഈ ബീജങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ആന്റിബോഡീസ് അതിൻ്റെ അകത്തുണ്ടാവും. ഇവ ബീജങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്നും ബാക്കിയാവുന്ന ബീജങ്ങളാണ് പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഞ്ചരിക്കുന്നതിനിടയിൽ ഈ ബീജങ്ങൾക്ക് ക്ഷീണം സംഭവിക്കുകയും ധാരാളം ബീജങ്ങൾ അങ്ങനെ നശിച്ചു പോകും. ഈ കടമ്പുകളെല്ലാം കടന്ന് അണ്ടത്തിന്റെ അടുത്ത് ബീജങ്ങൾ എത്തിയാൽ തന്നെ എത്തിയ എല്ലാ ബീജങ്ങൾക്കും ഈ അണ്ടത്തിന്റെ പുറത്തുള്ള ആവരണത്തിനെ കടന്നിട്ട് അകത്തേക്ക് കയറാൻ സാധിക്കുകയില്ല.